സിന്ദൂരാരുണ വിഗ്രഹാന്തൃണേനാം മാണിക്യമൗലി സ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീമാവീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നദശകം രക്തോൽപലം വിഹൃതീം സൗമ്യാം രക്തകടസ്ഥ രക്തചരണാം ധ്യായേ പരാമംബികാം. ഓം പരാശക്തിയേ നമഃ. ഭാരതീയ സങ്കല്പം അനുസരിച്ച് സൽസന്തതി യോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. നമ്മുടെ ആഗോളവൽകൃത സമൂഹത്തില്, കമ്പോള കേന്ദ്രീകൃതമായ ഈ സമൂഹത്തില് സമ്പത്തിന് മാത്രം പ്രാധാന്യമേറി വരുമ്പോൾ നമ്മൾ മക്കളെ പറ്റി, കുടുംബ ബന്ധങ്ങളെ പറ്റി, സാമൂഹിക ബന്ധങ്ങളെ പറ്റി ഒക്കെ വിസ്മരിക്കുന്നു. ഇന്ന് സമൂഹത്തിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരും വിൽപ്പന നടത്തുന്നവരും അതുപോലെ തന്നെ ബലാത്സംഗ കേസ് നടത്തുന്നവരും പോക്സോ കേസിൽ പ്രതികളാകുന്നവരും അങ്ങനെ ദൈനംദിനം കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകളും ക്രമാതീതമായിട്ട് ഉയരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകളും പ്രവർത്തനങ്ങളുമാണ് അടിസ്ഥാന കാരണമെന്ന് നമുക്ക് വിലയിരുത്താം. ഭാരതീയ ശാസ്ത്രം, ഹൈന്ദവ മതം വിവാഹാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. അഥർവവേദത്തിൽ അധിഷ്ഠിതമായ ആയുർവേദ ചരക സംഹിതയിൽ തന്നെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയത്തും ഗർഭം ആരംഭിക്കുന്നതിന് മുമ്പും ചെയ്യേണ്ട ഒട്ടനവധി കാര്യങ്ങളെ പറ്റി വളരെ ഭംഗിയായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അവ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. ഒന്നാമതായിട്ട്, ഒരു കുട്ടി എനിക്ക് വേണം എന്നുള്ള കാമന മനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. വെറുതെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചാൽ പോരാ. സ്ത്രീ പുരുഷന്മാരെ അവരുടെ രക്തശുദ്ധി വരുത്തുക എന്നുള്ളതാണ് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം. അതിനായി ആയുർവേദ വിധിപ്രകാരമുള്ള ധാരാളം മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. ദ്രാക്ഷാരിഷ്ടം, അതുപോലെ തന്നെ ദശമൂല രസായനം, നരസിംഹ രസായനം, അങ്ങനെ പല മരുന്നുകളും നമുക്ക് ആയുർവേദ ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. ഈ മരുന്നുകളൊക്കെ കഴിച്ച് നമ്മൾ 12 ദിവസം വ്രതം നോൽക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത്. ഈ വ്രത അനുഷ്ഠാന കാലത്ത് മരുന്നുകൾ കൂടി കഴിക്കണം. അങ്ങനെ ഏതാണ്ട് രക്തശുദ്ധി വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. 41 ദിവസമാണെങ്കിൽ വളരെ ഉചിതം. പക്ഷേ ഇന്ന് വേഗമേറിയ ഈ സമൂഹത്തിൽ 41 ദിവസം വ്രതാനുഷ്ഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് 3 ദിവസം പോലും വ്രതാനുഷ്ഠിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മൾ 12 ദിവസമെങ്കിലും വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ചരകസംഹിത അനുശാസിക്കുന്ന മരുന്നുകൾ കഴിച്ച് രക്തശുദ്ധി വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രശ്നം, നമ്മൾ കറുത്തവാവ് അതുപോലുള്ള വളരെ ശ്രാദ്ധ ദിവസങ്ങള്, അങ്ങനെയുള്ള ദിവസങ്ങൾ ഒരിക്കലും നമ്മൾ സ്ത്രീ പുരുഷ ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. വളരെ നല്ല ദിവസങ്ങൾ, വളരെ മനോഹരമായ ഐശ്വര്യപൂർണമായ ഒട്ടനവധി ദിവസങ്ങൾ നമുക്ക് ആചാര്യന്മാര് കൽപ്പിച്ചിട്ടുണ്ട്. കഴിവതും ആ ദിവസങ്ങളിൽ സ്ത്രീ പുരുഷ സംയോഗം നടക്കുന്നതാണ് ഉത്തമം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ അതൊക്കെ അപ്രായോഗികമാണ് എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കാം. പക്ഷെ പ്രായോഗിക തലത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രായോഗികത നമ്മൾ നിർമ്മിച്ചേ മതിയാവൂ എന്നുള്ളതാണ് വിഷയം. അങ്ങനെ ഗർഭാവസ്ഥയിൽ ഗർഭം ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതായി അനുഷ്ഠിക്കേണ്ട കാര്യം ദിവസവും ഇളം ചൂട് പാല് കഴിക്കുക എന്നുള്ളതാണ്.
ആ ഇളം ചൂട് പാല് കഴിക്കുന്നതോടുകൂടി ശരീരത്തിന് നൈർമല്യവും തണുപ്പും അത്യാവശ്യം വേണ്ട കൊഴുപ്പും ഒക്കെ കിട്ടി ഭ്രൂണത്തിന് വളരാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. നാലാമതായി വേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ വളരെ മനോഹരമായ നിലയിലുള്ള സത്സംഗത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാര് വളരെ സന്തോഷപൂർണ്ണം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, കുടുംബജീവിതം ഐശ്വര്യപൂർണമാക്കി തീർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവരിൽ ഉദാത്തമായ ചിന്തകൾ ഉടലെടുക്കുന്നു. അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദിവസവും ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി സ്തവം, അതുപോലെ തന്നെ സന്താന ഗോപാലം പാന ഇവയൊക്കെ പാരായണം ചെയ്യുക. എന്തിനാണ് സാറേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ സംശയം ചോദിച്ചിരിക്കാം. സ്വാതി തിരുനാള് അമ്മ ഗർഭാവസ്ഥയിലായിരുന്ന സമയത്ത് മനോഹരമായ സംഗീതധാര ആ ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ കേട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ കാര്യമാണല്ലോ. ജനിച്ച കുട്ടിയാകട്ടെ ലോകപ്രശസ്തനായ സംഗീതജ്ഞനും. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് ഭാരതീയ ഋഷിവര്യന്മാര് കാണിച്ചു തന്നിട്ടുണ്ട്. അംബ, അംബിക, അംബാലിക, കാശിരാജാവിന്റെ 3 പുത്രിമാര് ഇവരെ വ്യാസന്റെ സമീപത്തേക്ക് ഭീഷ്മര് കൊണ്ടുവരുന്നു. ആ സമയത്ത് അംബ തന്നെ താൻ സ്വാൽവാങ്ങി അനുരക്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് വ്യാസനെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും പിന്മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ ഇംഗിതത്തിന് അനുസരിച്ച് മാത്രമേ പുരുഷൻ അവളെ വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോവുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ്. അംബികയാകട്ടെ ഈ വൃദ്ധനും ജടാവൽക്കലധാരിയുമായ വ്യാസനെ കണ്ടിട്ട് കണ്ണുകൾ കൂട്ടിയടച്ചു. ഉണ്ടായ മകനാകട്ടെ കണ്ണുപൊട്ടനായിട്ടുള്ള ധൃതരാഷ്ട്രർ. അംബാലികയാകട്ടെ വിറളി വെളുത്തും. ആ സമയത്ത് അവൾക്കുണ്ടായ പുത്രനാകട്ടെ ശരീരമാസകലം പാണ്ട് ബാധിച്ച പാണ്ഡനായ പാണ്ഡു. തോഴിയായ മാദ്രിയാകട്ടെ വ്യാസനെ 2 കൈകളും നീട്ടി സ്വീകരിച്ചു. ആ ശരീരത്തിന്റെ ഐക്യം, ആ മനസ്സിന്റെ ഐക്യം അവരുടെ ഗർഭാവസ്ഥയിലും കുഞ്ഞിന്റെ ജനനത്തിലും പ്രത്യക്ഷപ്പെട്ടു. ലോകത്തിൽ വെച്ച് ഏറ്റവും ശക്തനായ, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതനായ വിതുരനാണ് അവർക്ക് മകനായി ജനിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് സ്ത്രീയുടെയും പുരുഷന്റെയും കാമനകള്, അവരുടെ പ്രാർത്ഥനകള് എത്രമാത്രം സജീവമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട കടമ 5-ാം മാസമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പരദേവതയുടെയോ കുലദേവതയുടെയോ ക്ഷേത്രങ്ങളിൽ നമ്മൾ 5 ദിവസം കുളിച്ചു തൊഴുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള വഴിപാടുകളുണ്ട്. അത് വെണ്ണ നിവേദ്യം കഴിക്കുക, അതുപോലെ തന്നെ കദളിപ്പഴം ഭേദിച്ച് കഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ പരദേവതയുടെയും കുലദേവതയുടെയും അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ് 7ാമതായിട്ട് ഉമാമഹേശ്വര പൂജ നടത്തുക. ശിവശക്തി സംയോഗത്തിലൂടെയാണ് പ്രപഞ്ചത്തിൽ ഏത് സൃഷ്ടികളും നടത്തുന്നത്. ഉജ്ജ്വലമായ ദാമ്പത്യ ജീവിതവും സൽസന്താന യോഗവും ഉണ്ടായാൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് ഉമാമഹേശ്വര സങ്കല്പം. അതുകൊണ്ട് ഉമാമഹേശ്വര പൂജ നടത്തി നമ്മള് ഉമാമഹേശ്വരന്മാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട മറ്റൊരു കാര്യം. 8ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് സംഗീതം ആസ്വദിക്കുക എന്നുള്ളതാണ്. സംഗീതം, മ്യൂസിക്കൽ തെറാപ്പി നമ്മളുടെ ശരീരത്തിന്റെ രക്തചംക്രമണത്തെ വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ പര്യാപ്തമാണ്. സംഗീതധാര, മ്യൂസിക്കൽ തെറാപ്പി വഴി രോഗങ്ങളെ പോലും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഞാൻ പഠിപ്പിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പഞ്ചവാദ്യം അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്ന ആ മഹാനായ കലാകാരൻ ഒരിക്കൽ രാത്രിയിൽ യുവജനോത്സവം കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹം ഡിവൈഡറിൽ ബൈക്കിടിച്ച് മറിഞ്ഞ അബോധാവസ്ഥയിലാണ്. പിന്നീട് ദീർഘകാലം അദ്ദേഹം അബോധാവസ്ഥയിൽ ചലനമറ്റ് കിടന്നു. പക്ഷേ ഒരു ദിവസം ഡോക്ടർ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി, അദ്ദേഹം എന്താണ് പഠിപ്പിക്കുന്നത്? പഞ്ചവാദ്യമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഉപേക്ഷിച്ച ആ വ്യക്തിയുടെ അരികിലേക്ക് ഡോക്ടറുടെ നിർബന്ധപ്രകാരം പഞ്ചവാദ്യ കലാകാരന്മാരെ ഞങ്ങൾ കൊണ്ടുവരികയുണ്ടായി. പഞ്ചവാദ്യം അടിച്ച് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്തോറും ഈ കലാകാരൻ തന്റെ കൈവിരലുകൾ മെല്ലെ മെല്ലെ ചലിപ്പിക്കാൻ തുടങ്ങി. പിന്നെ കൈകൾ ചലിപ്പിച്ചു, പിന്നെ ശരീരം മൊത്തം ചലിപ്പിച്ചു. അങ്ങനെ അർദ്ധബോധാവസ്ഥയിൽ നിന്നും ബോധാവസ്ഥയിൽ നിന്നും
ചലനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്ക് മാറുകയും ഇന്ന് ആ കലാകാരൻ കുറച്ചൊക്കെ തന്റെ വാദ്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തനായി തീരുകയും ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? സംഗീതത്തിന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കുവാൻ എത്രമാത്രം സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പത്താമതായി നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സത്സംഗം ചെയ്യുക. നീചസംസർഗം എപ്പോഴും ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. സന്തുഷ്ടരായിരിക്കുക, ഈശ്വരഭജനം നടത്തുക, മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കുക, നല്ല ഈശ്വരജന്യമായ ഭക്ഷണം കഴിക്കുക. കഴിവതും സാത്വികാഹാരങ്ങൾ കഴിക്കുന്നതായിരിക്കും ഉത്തമം. ഭക്ഷണത്തെ തന്നെ ഭഗവാൻ ഗീതയിലെ ശ്രദ്ധാപൂർവ യോഗത്തിലെ ഭഗവാൻ പറയുന്നുണ്ട്, സത്വഗുണ സമ്പന്നമായ ഭക്ഷണം, രജോഗുണ സമ്പന്നമായ ഭക്ഷണം, തമോ ഗുണ പ്രധാനമായ ഭക്ഷണം, പൊളിച്ചതും അതുപോലെ തന്നെ പഴകിയതുമായ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അമിതമായ പുളിയും അമിതമായ വീര്യവും മുളകുമുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. നമ്മുടെ മനോഹരമായ പ്രകൃതിജന്യമായ കിഴങ്ങുവർഗ്ഗങ്ങളും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കുക. ഇപ്രകാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സൽഭാവനകളും സൽചിന്തകളും ഉടലെടുക്കുവാനായിട്ട് പര്യാപ്തമാണ്. സം ടോട്ടൽ ഓഫ് ദ എക്സ്പീരിയൻസ്, നമ്മുടെ ഗർഭാവസ്ഥയിലും അതിനുശേഷവുമുള്ള അനുഭവങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ നിർമ്മിതിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. മനസ്സാകട്ടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മ സ്വഭാവവും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഉചിതമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഗർഭാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് 10 കാര്യങ്ങൾ ഗർഭാവസ്ഥയിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ശാസ്ത്രീയമായ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുക, അത്തരത്തിലുള്ള കലാപരിപാടികൾ നമ്മൾ കാണുക, അതുപോലെ തന്നെ ബുദ്ധിപരമായ വ്യായാമങ്ങളിൽ നമ്മൾ ഏർപ്പെടുക, നല്ല പോഷകാഹാര ആഹാര സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്രകാരം ചെയ്താൽ അത് കുട്ടിയെ വളരെ ഗൗരവമായ രീതിയിൽ ബാധിക്കുകയും അതിന് തക്ക രീതിയിൽ അവന്റെ രൂപവും അവന്റെ ബുദ്ധിയും അവന്റെ ശരീരവും രൂപപ്പെടുകയും ചെയ്യും. ഇവിടെ ഒരു കാതലായ പ്രശ്നമുള്ളത്, ആധുനിക സമൂഹത്തിൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് വിമർശന വിധേയമായിരിക്കാം. സാറേ, ഇപ്രകാരമൊക്കെ സ്ത്രീ പുരുഷ ബന്ധത്തിന് സാധ്യതയുണ്ടോ? ഇപ്രകാരം ഭക്ഷണം കഴിക്കുവാൻ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കഴിയുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിരിക്കാം. സ്വാതി തിരുനാൾ സംഗീതത്തിന്റെ ഉൽപ്പന്നമാണെങ്കിൽ, വിതുരത് മനോഹരമായ ദാമ്പത്യ ജീവിതത്തിന്റെ ഉൽപ്പന്നമാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഒരു സുഖസിദ്ധമായ ചൈതന്യധാരയുടെ പ്രോഡക്റ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് അവർ വളർന്നു വലുതാവുമ്പോൾ അച്ഛനമ്മമാരെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് മദ്യപാനത്തിലേക്ക് കടക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾ തമ്മിലുള്ള കലഹം കുട്ടി ഗർഭാവസ്ഥയിൽ തന്നെ ശ്രദ്ധിക്കാനായി ഇടയാവും. അവൻ കലഹപ്രിയനായി തീരും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ള അംശം അവന്റെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് അത്തരത്തിലുള്ള മദ്യപാനത്തോട് ആസക്തി തോന്നാനായിട്ട് കാരണമാകും. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ എന്താണോ അത് തന്നെയാണ് കുട്ടി. അവരുടെ സങ്കല്പം എന്തു തന്നെയാണോ അതാണ് ഭ്രൂണമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൽപുത്ര യോഗമുണ്ടാകും. അതിന് ജഗദീശ്വരനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.